ഇന്ന് നമ്മൾ കാണുന്നത് എംപ്ലോയബിലിറ്റി സ്കില്ലിനെ കുറിച്ചാണ്. നമുക്ക് ആദ്യമായിട്ട് എന്താണ് എംപ്ലോയബിലിറ്റി സ്കിൽ എന്ന് നോക്കാം. നമ്മളൊരു തൊഴിലിടത്തിൽ വർക്ക് ചെയ്യുമ്പോൾ, ഒരു തൊഴിൽ മേഖലയിൽ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ആ തൊഴിലിൻ്റെ വൈദഗ്ധ്യം മാത്രം മതിയോ ആ മേഖലയിൽ നന്നായി വർക്ക് ചെയ്യാം? ഇപ്പോൾ ഈ ഉദാഹരണത്തിന് ഇവിടെ ഇദ്ദേഹം ഒരു വെൽഡിംഗ് വർക്കാണ് നടത്തുന്നത്. അദ്ദേഹം ആ വെൽഡിംഗ് വർക്കിൽ നല്ല വൈദഗ്ധ്യമുള്ള ആളാണെന്നും വിചാരിക്കാം. പക്ഷേ അദ്ദേഹത്തിന് ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ ജോലിയിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റിയില്ല എന്ന് വന്നേക്കാം. അതിന് കാരണം നമ്മളിതൊരു സമൂഹത്തിലാണ് ഇപ്പോൾ ജീവിക്കുന്നത്. അപ്പോൾ അത് കാരണം നമ്മൾ ഒരുപാട് പേരുമായി ബന്ധപ്പെടേണ്ടതുണ്ട്, അവരുമായി ഇൻറ്ററാക്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ ആ സാഹചര്യത്തിൽ തൊഴിൽ വൈദഗ്ധ്യത്തോടൊപ്പം മറ്റ് ചില സ്കിൽസ് കൂടി നമുക്കുണ്ടാകേണ്ടതായിട്ടുണ്ട്. ആ സ്കിൽസിനെയാണ് നമ്മൾ എംപ്ലോയബിലിറ്റി സ്കിൽസ് എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം. സെറ്റ് ഓഫ് സ്കിൽസ് എംപ്ലോയേഴ്സ് വാണ്ട് ഫ്രം എ പൊട്ടൻഷ്യൽ എംപ്ലോയി. ഇതിനെയാണ് നമ്മൾ എംപ്ലോയബിലിറ്റി സ്കിൽസ് എന്ന് പറയുന്നത്. അതായത് പൊട്ടൻഷ്യൽ എംപ്ലോയി, വൈദഗ്ധ്യമുള്ള ഒരു എംപ്ലോയിയിൽ നിന്നും എംപ്ലോയർ, ജോലി നൽകുന്ന ആൾ, അദ്ദേഹം ആ ജോലി നൽകുന്ന ആൾ പ്രതീക്ഷിക്കുന്ന ചില സെറ്റ് ഓഫ് സ്കിൽസിനെ നമ്മൾ പറയുന്ന പേരാണ് ശരിക്കും എംപ്ലോയബിലിറ്റി സ്കിൽസ്. അപ്പോൾ തൊഴിൽ വൈദഗ്ധ്യം മാത്രം പോരാ, അതോടൊപ്പം ഉണ്ടാകേണ്ട മറ്റ് ചില സ്കിൽസിനെയാണ് നമ്മൾ എംപ്ലോയബിലിറ്റി സ്കിൽസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഏതൊക്കെയാണ് എംപ്ലോയബിലിറ്റി സ്കിൽസ് എന്ന് നോക്കാം. ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് കമ്മ്യൂണിക്കേഷൻ സ്കിൽ. എന്താണ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്ന് നമുക്ക് നോക്കാം. ഒരു എംപ്ലോയിക്ക് അദ്ദേഹത്തിൻ്റെ ഐഡിയാസും അദ്ദേഹത്തിൻ്റെ തോട്ട്സും അദ്ദേഹത്തിൻ്റെ ചിന്തകളും അദ്ദേഹത്തിൻ്റെ കൊളീഗ്സിനും അദ്ദേഹത്തിൻ്റെ കസ്റ്റമേഴ്സിനും അദ്ദേഹത്തിൻ്റെ സീനിയർ ഓഫീസേഴ്സിനും ഷെയർ ചെയ്യാൻ അദ്ദേഹത്തിന് ഒരു ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടെങ്കിൽ മാത്രമേ കഴിയത്തുള്ളൂ. എങ്കിൽ മാത്രമേ അദ്ദേഹത്തിൻ്റെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ നല്ലതാണെങ്കിൽ മാത്രമേ അദ്ദേഹത്തിൻ്റെ ഐഡിയാസ് അതേ രീതിയിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ പറ്റൂ. അപ്പോൾ എംപ്ലോയബിലിറ്റി സ്കില്ലിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ. അടുത്തതായിട്ട് സെൽഫ് മാനേജ്മെൻറ്റ് സ്കിൽ. എന്താണ് സെൽഫ് മാനേജ്മെൻറ്റ് സ്കിൽ എന്ന് പറഞ്ഞാൽ, ഒരു എംപ്ലോയിക്ക് അയാളെ തന്നെ ബെറ്ററായി മാനേജ് ചെയ്യാൻ എന്തൊക്കെ സ്കില്ലാണോ വേണ്ടത് അതിനെയാണ് നമ്മൾ സെൽഫ് മാനേജ്മെൻറ്റ് സ്കിൽ എന്ന് പറയുന്നത്. അതായത് ഒരു എംപ്ലോയിക്ക് അദ്ദേഹത്തിൻ്റെ സ്ട്രെങ്ത് എന്താണ്, അദ്ദേഹത്തിൻ്റെ വീക്ക്നെസ് എന്താണ് എന്ന് അനലൈസ് ചെയ്യാൻ കഴിയണം. എങ്കിൽ മാത്രമേ അദ്ദേഹത്തിൻ്റെ വീക്ക്നെസ് എന്തായാലും അത് കുറച്ചുകൂടി ബെറ്റർ ആക്കാൻ പറ്റൂ. അദ്ദേഹത്തിൻ്റെ സ്ട്രെങ്ത് എന്താണോ ആ മേഖലയിൽ അദ്ദേഹത്തിന് കൂടുതൽ നല്ല പ്രോഗ്രസ് ഉണ്ടാക്കാൻ പറ്റൂ. അതുപോലെ ഒരു എംപ്ലോയി ഏത് രീതിയിൽ ഒരു തൊഴിലിടത്തിൽ അപ്പിയർ ചെയ്യണം, അദ്ദേഹത്തിൻ്റെ ഗ്രൂമിങ് എന്തായിരിക്കണം. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ഹെൽത്ത് കെയർ സെക്ടറിൽ വർക്ക് ചെയ്യുന്നത് പോലെ ആയിരിക്കില്ല ഒരു സോഫ്റ്റ്വെയർ ഫീൽഡിൽ അപ്പിയർ ചെയ്യുന്നത്. അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് സെൽഫ് മോട്ടിവേഷൻ. നമ്മൾ തൊഴിൽ മേഖലയിൽ പലപ്പോഴും പല പ്രതിസന്ധി ഘട്ടങ്ങളിൽ കൂടിയും കടന്നു പോകാം. ആ സമയത്ത് ഒരിക്കലും തളർന്നു പോകാതെ എന്നാൽ ഇത് സാധിക്കും, എനിക്ക് ഈ ടാസ്ക് എന്നാൽ കഴിയും എന്നുള്ളൊരു മോട്ടിവേഷൻ അയാൾക്കുണ്ടായിരിക്കണം. അതുപോലെ തന്നെ ടൈം മാനേജ്മെൻറ്റ്, കൃത്യമായ സമയത്ത് നമുക്ക് ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്യാൻ കഴിഞ്ഞിരിക്കണം. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാമാണ് സെൽഫ് മാനേജ്മെൻറ്റ് സ്കില്ലിൽ വരുന്നത്. അടുത്തതായി ICT സ്കിൽ. എന്താണ് ICT സ്കിൽ എന്ന് വെച്ചാൽ ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി സ്കിൽസ്. ഒരു എംപ്ലോയി, ഏത് ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയി ആയാലും അദ്ദേഹത്തിന് ഒരു മിനിമം കമ്പ്യൂട്ടർ നോളജ് ഉണ്ടായിരിക്കണം. അദ്ദേഹത്തിന് ഒരു ലെറ്റർ ഡ്രാഫ്റ്റ് ചെയ്യാനും ഒരു മെയിൽ അയക്കാനും ഒരു ഓൺലൈൻ കോൺഫറൻസ് നടത്താനും അങ്ങനെയുള്ള കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട മിനിമം റിക്വയർമെൻറ്റ്സ് അദ്ദേഹത്തിന് ഉണ്ടായിരിക്കണം. കാരണം ഇന്നത്തെ കാലഘട്ടത്തിൽ പല ഓർഗനൈസേഷനിലും എംപ്ലോയീസ് ലോകത്തിൻ്റെ പല ഭാഗത്തായിരിക്കും ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ അവരുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും വിവരങ്ങൾ അതാത് സമയത്ത് മറ്റുള്ളവരിലെത്താനും ഈ ICT സ്കിൽസ് ഉണ്ടെങ്കിൽ മാത്രമേ കഴിയൂ. അടുത്തതായി നമുക്ക് വേണ്ടത് ഓൺട്രപ്രണർഷിപ്പ് സ്കിൽ. എന്താണ് ഓൺട്രപ്രണർഷിപ്പ് സ്കിൽ? ഒരു സംരംഭകന് ഉണ്ടായിരിക്കേണ്ട സ്കിൽസ്. ഒരു സംരംഭകന് ഉണ്ടായിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു
സ്കില്ലെന്ന് പറയുന്നത് ആറ്റിറ്റ്യൂഡ് ഓഫ് ആൻ ഓൺട്രപ്രണർ. ആറ്റിറ്റ്യൂഡ് ഓഫ് ആൻ ഓൺട്രപ്രണർ എന്ന് പറഞ്ഞാൽ ഒരു ഓർഗനൈസേഷനിലെ എംപ്ലോയി ആണെങ്കിലും അദ്ദേഹത്തിന് ഒരു സംരംഭകൻ്റെ മനസ്സായിരിക്കണം ഉണ്ടായിരിക്കേണ്ടത്, ആറ്റിറ്റ്യൂഡ് ആയിരിക്കണം ഉണ്ടായിരിക്കേണ്ടത്. ഈ കമ്പനി, ഈ ഓർഗനൈസേഷൻ ഏറ്റവും നന്നായി എങ്ങനെ കൊണ്ടുപോകാം, എന്തൊക്കെ പുതിയ ബിസിനസ് ഐഡിയാസ് നമുക്ക് കൊണ്ടുവരാം, പുതിയ ബിസിനസ് പ്ലാനിങ് എന്തായിരിക്കണം, മാർക്കറ്റിൻ്റെ ഇപ്പോഴത്തെ സ്ഥിതി എന്താണ്, അതുകൊണ്ട് എങ്ങനെ നമുക്ക് നമ്മുടെ പ്രോഡക്റ്റ് കുറച്ചുകൂടി ബെറ്ററാക്കാം തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഒരു സംരംഭകൻ എങ്ങനെ ചിന്തിക്കുന്നു അതുപോലെ ഈ എംപ്ലോയിയും ചിന്തിക്കണം, അല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കാനുള്ള ഒരു കഴിവ് ഇദ്ദേഹത്തിനുണ്ടാവണം. അതിനെയാണ് നമ്മൾ ഓൺട്രപ്രണർഷിപ്പ് സ്കിൽ എന്ന് പറയുന്നത്. അടുത്തതായി ഗ്രീൻ സ്കിൽ. ഗ്രീൻ സ്കിൽ എന്ന് പറഞ്ഞാൽ പ്രകൃതി സൗഹാർദ്ദമായി നമ്മുടെ തൊഴിൽ മേഖലയെ എങ്ങനെ നന്നായി കൊണ്ടുപോകാം. നമ്മൾ ഏതൊരു തൊഴിൽ ചെയ്യുമ്പോഴും ഏതൊരു തൊഴിലിൽ ഏർപ്പെടുമ്പോഴും അത് പ്രകൃതിക്ക് ദോഷമായി ബാധിക്കുന്നുണ്ടോ, നമ്മളെ തൊഴിൽ മേഖല പ്രകൃതിക്ക് ദോഷമായി ബാധിക്കുന്നുണ്ടോ, അങ്ങനെ ബാധിക്കുന്നെങ്കിൽ എങ്ങനെ അതിനെ മിനിമമാക്കാം, ഈ കാര്യങ്ങൾ കൂടി നമ്മൾ അറിയേണ്ടതായിട്ടുണ്ട്. ആ സ്കില്ലിനെ നമ്മൾ പറയുന്ന പേരാണ് ഗ്രീൻ സ്കിൽ. അപ്പോൾ ചുരുക്കം, നമ്മുടെ എംപ്ലോയബിലിറ്റി സ്കിൽ എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ 5 കാര്യങ്ങൾ നമ്മൾ കൃത്യമായും മനസ്സിലാക്കിയിരിക്കണം. തൊഴിൽ മേഖലയിലെ വൈദഗ്ധ്യത്തോടൊപ്പം നമുക്കുണ്ടായിരിക്കേണ്ട 5 സ്കിൽസ്, അതാണ് നമ്മൾ എംപ്ലോയബിലിറ്റി സ്കില്ലായിട്ട് നമ്മൾ കണ്ടത്. അത് ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. ഒന്നാമത്തേത് കമ്മ്യൂണിക്കേഷൻ സ്കിൽ, നമ്മുടെ ഐഡിയാസ്, നമ്മുടെ തോട്ട്സ്, ഇത് നമുക്ക് മറ്റുള്ളവരുമായി ഷെയർ ചെയ്യണമെങ്കിൽ നമുക്കൊരു ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ സ്കില്ലുണ്ടായിരിക്കണം. അടുത്തതായി സെൽഫ് മാനേജ്മെൻറ്റ് സ്കിൽ. ഏതൊരു പ്രതിസന്ധി ഘട്ടത്തിലും ഏതൊരു മേഖലയിലും നമുക്ക് നമ്മളെ തന്നെ ശരിയായ രീതിയിൽ മാനേജ് ചെയ്യാനുള്ള ഒരു സ്കിൽ, അതാണ് സെൽഫ് മാനേജ്മെൻറ്റ് സ്കിൽ. അടുത്തത് ICT സ്കിൽ, അല്ലെങ്കിൽ ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി സ്കിൽ. ഏതൊരു എംപ്ലോയിക്കും, ഏതൊരു മേഖലയിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയിക്കും ഒരു മിനിമം കമ്പ്യൂട്ടർ നോളജ് ഉണ്ടായിരിക്കണം. അത്യാവശ്യം മെയിൽ അയക്കാനോ അല്ലെങ്കിൽ ഒരു ലെറ്റർ ഡ്രാഫ്റ്റ് ചെയ്യാനോ ഉള്ള മിനിമം കമ്പ്യൂട്ടർ നോളജ്, അതിനെയാണ് നമ്മൾ ICT സ്കിൽസ് എന്ന് പറയുന്നത്. അടുത്തത് ഓൺട്രപ്രണർഷിപ്പ് സ്കിൽ, ഒരു സംരംഭകന് ഉണ്ടായിരിക്കേണ്ട സ്കിൽ. നമ്മൾ വർക്ക് ചെയ്യുന്ന ഓർഗനൈസേഷനിൽ മാക്സിമം പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന രീതിയിൽ ആ ഓർഗനൈസേഷനിൽ പുതിയ പുതിയ ഐഡിയാസും പുതിയ പുതിയ ടെക്നോളജീസും നമുക്ക് കൊണ്ടുവരാനും അതിന് ആ ഓർഗനൈസേഷന് കൂടുതൽ പ്രോഗ്രസ് ഉണ്ടാക്കാനും വേണ്ടി എന്തൊക്കെ ചെയ്യാം എന്നുള്ള ഒരു സ്കിൽ, അതാണ് ഓൺട്രപ്രണർഷിപ്പ് സ്കിൽ. അടുത്തത് ഗ്രീൻ സ്കിൽ, എങ്ങനെ നമ്മുടെ തൊഴിൽ മേഖലയെ പ്രകൃതി സൗഹാർദ്ദമായി കൊണ്ടുപോകാം, അതാണ് ഗ്രീൻ സ്കിൽ. ഈ 5 സ്കിൽസിനെയാണ് നമ്മൾ എംപ്ലോയബിലിറ്റി സ്കില്ലായിട്ട് പരിചയപ്പെടുന്നത്.